എന്റെ മാതാവേ, ഏത് നേരത്താ എനിക്ക് ജയിലിലെ പ്രോഗ്രാം പിടിക്കാൻ തോന്നിയത്? എല്ലാ ശത്രുക്കളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ, എന്നെ ഭയപ്പെടുത്തരുതേ. എന്തടാ ഇത്? അച്ഛനല്ലേ പറഞ്ഞ കൊതുവിനെ കൊല്ലാനായിട്ട്. എന്നിട്ട് കൊതുകിനെ കൊന്നാ? എല്ലാ കൊതുവിനെ കൊന്നു. പിന്നെന്താടാ ഇവിടെ കിടന്നിട്ട് മൂളിച്ച? അതെ, ചത്ത കൊതുവിന്റെ ഭാര്യയും മക്കളും കരയുന്നതാണ്. ഐറ്റുകൾക്കില്ല സങ്കടം. നീ ഇങ്ങനെ അടുത്ത് വന്നേ. എന്താടാ ഇവിടെ ഒരു സ്മെല്ല്? നീ കുടിച്ചിട്ടുണ്ടാ? അയ്യോ സത്യോട് ഞാൻ കുടിച്ചിട്ടില്ലോ. നോണ പറയണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് നാളെ തന്നാ മതി. മോനെ, ദിവസവും ഇത് വലിച്ചു കയറ്റി അത് നിനക്കൊരു ശീലാവില്ലേ? അങ്ങനെ ഒന്നും ഇല്ലച്ചോ. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ എനിക്ക് ശീലമായിട്ടില്ല. നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കുന്ന എന്നെ വേണം തല്ലാൻ. അതിനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് അച്ഛനോട് ബഹുമാനം കൊള്ളതാ. ഞാൻ ഭാര്യ മക്കളെ കൊല്ലട്ടെ. ആരുടെ? അല്ല, ചത്ത കൊതിന്റെ ഭാര്യ മക്കളെ. അമ്പടി ഭാര്യ കള്ളുടിച്ച എങ്ങനെ ബോധം പോവും എന്റെ കർത്താവേ. ഹായ് ജിമ്മി. ഹായ് റെഡ് റോസ്, ചുവപ്പ് റോജാക്കൾ. എന്താ ഇഷ്ടായോ? ഇഷ്ടായി. ജണ്ടുമല്ലി എനിക്ക് ഇഷ്ടമാണെന്ന് എന്റെ കരീനക്കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഇതിലെന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? പ്ലാസ്റ്റിക് പൂക്കളുടെ വരവോടുകൂടി അന്യം നിന്നുപോയ ഈ പ്രേമ പുഷ്പം എനിക്ക് സമ്മാനിച്ച എന്റെ പ്രിയങ്കരിയായ അന്ന കരീനയ്ക്ക് എന്റെ ഹാർട്ടിന്റെ വെൻട്രിക്കിൽ നിന്നും 1000 നന്ദി. ഓഹോ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ടോന്നോ? പണ്ട് ചെണ്ടുമല്ലി വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി തല്ലെനിക്ക് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ ചെണ്ടുമലയിലിരിക്കുന്ന വണ്ടിനെ പോലുള്ള എന്റെ കൊച്ചാണ്ടിക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നത്. താങ്ക്സ്. പൂക്കളിൽ വെള്ള റോസ് മനോഹരിയാണെങ്കിലും മണപ്പിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിൽ പുഴുകേറാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഉണ്ണിയൊരു കവിയാണല്ലേ? ആവേണ്ടതായിരുന്നു. പക്ഷേ കൗമാരം വിടരും മുമ്പേ ജീവിതത്തിന്റെ ദുരാവസ്ഥയിൽ ആ കവിത്വത്തിന്റെ ഷഡ്ജ കീറിപ്പോയി. പിന്നെ കുടുംബമായി, കുട്ടികളായി, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഓ, what a surprise. പക്ഷേ ഉണ്ണി ഇപ്പോഴും സ്മാർട്ടാണ്. താങ്ക് യു. കരീനക്കുട്ടിക്കറിയോ, എന്റെ ഈ രൂപം മാത്രമേ കറുത്തതായിട്ടുള്ളൂ. മനസ്സ് നല്ല വെളുവിളാന്ന് വെളുത്തതാ. ശ്രീകൃഷ്ണന്റെ 7 അഴകുള്ള കറുപ്പ എന്റെ കൊച്ചാണ്ടിക്ക്. പുല്ലാങ്കുഴൽ ഊതുന്ന കള്ള കണ്ണിന്റെ നിറം. കരീന എന്നെ കരിവർണ്ണനാക്കി മാറ്റിയത് ഞാൻ ഓർത്തു പോയതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇത്ര നല്ലൊരു മനസ്സുണ്ടായിട്ടും ഇങ്ങനൊരു മർഡർ കേസിൽ വന്ന് പെട്ടില്ലേ? ജയിലിനകത്ത് ടൈറ്റ് സെക്യൂരിറ്റി കഴിയുന്ന കാസിം ബായിയെ പോലെ ഒരു ക്രിമിനലിനെ ഞങ്ങൾ എങ്ങനെ കൊല്ലാനാ? ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ ഭാഗ്യം അല്ലേ ജിമ്മി? അതുകൊണ്ടാണല്ലോ എനിക്ക് കരീനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഇനി ഭാര്യ അറിയാതെ ഈ ബന്ധം എങ്ങനെ തുടരാമെന്നാണ് നോക്കേണ്ടത്. ബിൽ ക്ലിന്റന്റെ ആത്മകഥയുടെ ഒരു കോപ്പി ഇന്ന് തന്നെ വാങ്ങണം. മിസ്റ്റർ ഫൈസൽ മുഹമ്മദ്, വേറെ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചല്ല, സെൻട്രൽ ജയിലിനകത്ത് വെച്ചാൽ ഞങ്ങളുടെ കാസിംക കൊല്ലപ്പെട്ടത്. അതും പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള പക തീർക്കൽ. ആ മിമിക്രിക്കാരാണ് അതിന്റെ പിന്നിലെന്ന് സകല പത്രങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും അവർ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വൈ? എക്സ്ട്രീംലി യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ അമീർ. പത്രങ്ങളും ചാനലുകളും പ്രവചിക്കുന്ന പോലെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ജ്യോതിഷ കാര്യാലയമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സംശയത്തിന്റെ പേരിൽ കൈ കിട്ടുന്നവരെയൊക്കെ തല്ലിച്ചതച്ച് കുറ്റം തെളിയിക്കുന്ന ആ ബ്രൂട്ടാലിറ്റിയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ മിസ്റ്റർ അമീർ? ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ദഹനത്തിനായി ചുക്കുവെള്ളം കുടിക്കുക, അതുപോലുള്ള ഫൂളിഷ്നെസ് നിങ്ങൾ ഈ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിന് അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോറി, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞങ്ങളുടെ കാസിംക മരിച്ചിട്ട് ഇത്രയും മാസമായിട്ടും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാത്തതുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഞങ്ങളുടെ ബാപ്പയും ഇതുപോലെ തന്നെ ജയിലിൽ കിടന്നാ മരിച്ചത്. ബാപ്പയുടേതുപോലെ ഇക്കയുടെ മരണവും തെളിയിക്കപ്പെടാതെ പോകരുത്. ഒക്കെ എനിക്കറിയാം റസിയ. എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളി പോലീസിന്റെ പിടിയിൽ വീണിരിക്കും. മിസ്റ്റർ ഫൈസൽ സർ, DIGയുടെ നേർക്ക് വരെ കയ്യേറ്റം ചെയ്തിട്ടുള്ളവനായി ഈ കാസിം. എന്നിട്ടും അവന്റെ പേരിൽ ഒരു ആക്ഷൻ പോലും എടുക്കാതിരുന്നത് പാർട്ടിയിലുള്ള അവന്റെ സ്വാധീനം കൊണ്ടാ. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഒറ്റപ്പെട്ട സെല്ലില അവനോട് കഴിഞ്ഞിരുന്നത്. എന്നാലും വാളെടുത്തവൻ വാളാലെ എന്നാണല്ലോ, അത് തന്നെ സംഭവിച്ചു. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കാമെന്നാണ് സാർ സംശയിക്കുന്നത്?
അന്ന് ആ മിമിക്രിക്കാരുമായി ഉണ്ടായ ഇഷ്യൂ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ദേ ആർ ബിഹൈൻഡ് ദിസ് മർഡർ. ഇവിടെ കനത്ത പോലീസ് കസ്റ്റഡി കഴിയുന്ന കാസിം ഭായിയെ പോലൊരു ഭീകരനെ ആ പാവം മിമിക്രിക്കാർക്ക് എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയും സർ? സാറിനെ പോലെ ബ്രില്യന്റ് ആൻഡ് എഫിഷ്യന്റ് ജയിൽ സൂപ്രണ്ടിന്റെ കണ്ണുകൾ വെട്ടിച്ച് അതും 24 hours റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യപ്പെടുന്ന ഈ ക്ലോസ് സർക്യൂട്ട് ക്യാമറ ഫെസിലിറ്റി ഉള്ളപ്പോൾ എങ്ങനെയാണ് സർ? ദാറ്റ്സ് ഇമ്പോസിബിൾ. യെസ്, യു ആർ ദെയർ. പക്ഷെ അന്ന് രാത്രി ഈ ക്യാമറ വർക്ക് ചെയ്തിരുന്നില്ല. പുതിയ എക്യുപ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പലപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ്. ആ ഒരു കണക്കിന് ഇവനെ പോലുള്ള ക്രിമിനൽസ് ജീവിച്ചാലെന്താ മരിച്ചാലെന്താ? ആർക്കാ ഈ കേസിലൊക്കെ താല്പര്യം? സർക്കാരിനോ, നാട്ടുകാർക്കോ, കുടുംബക്കാർക്കോ? ആർക്കുണ്ടാവില്ല. പിന്നെ തന്റെ ചൂടും ചുണയൊക്കെ പുതുതായി ശരീരത്തിൽ കയറിയ ഈ കാക്കിയുടെ ആവേശ. ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അനുഭവം പക്വതയാവുമ്പോ സ്വയം നമുക്ക് തോന്നും അത്രയ്ക്കൊന്നും ആവേശം വേണ്ടിയിരുന്നില്ല എന്ന്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസ്. ഹായ് ജിമ്മി. ഹായ് കരീന. കരീന 2 ദിവസമായി കണ്ടയില്ലല്ലോ. നല്ല സുഖമില്ലായിരുന്നു. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു സിക്നസ്, ദാറ്റ്സ് ഓൾ. ഓ, അത്രേ ഉള്ളോ? എന്നാലും 2 ദിവസം കരീന ആബ്സെന്റ് ആയപ്പോ ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിപ്പോയി, അറിയോ? എനിക്കും അത് ഫീൽ ചെയ്തു. റിയലി? കരീന, എന്റെ മനസ്സ് തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം പറയാനാ ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയട്ടെ? പറഞ്ഞോളൂ. കരീനക്കറിയോ, ഞാനും എന്റെ വൈഫുമായിട്ട് നല്ല ടേംസിലല്ല. അയ്യോ, അതെന്ത് പറ്റി? ഓ, അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. കരീനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ വൈഫിനെ ആ നിമിഷം ഡൈവേഴ്സ് ചെയ്യാം. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ, ആരോ വരുന്നുണ്ട്, ബാക്കി ഞാൻ പിന്നീട് പറയാം. കരീന, ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. കിട്ടുമോ കരീന? എന്താ ഉണ്ണി? വേറൊന്നുമല്ല, ഈ ചിന്ന വീടിനെ കുറിച്ച് കരീനയുടെ അഭിപ്രായം എന്താ? ചിന്ന വീടോ? അതെന്താ? അറിയില്ലേ? ഇല്ല. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു തരം ദാമ്പത്യ അറേഞ്ച്മെന്റാ. ഓ, ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ വേറൊരു ചെറിയ വീട്ടിൽ താമസിപ്പിക്കുന്നതിനാ ചിന്ന വീടെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്മോൾ ഹൗസ് എന്ന് പറയും. വിവരമില്ലാത്തവര് സ്റ്റെപ്പിനി എന്നും പറയും. എന്തിനാ ഇപ്പോ എന്നോടിതൊക്കെ പറയുന്നേ? എന്റെ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാ കരീന. ഏക പത്നി വ്രതം, അതൊരു പഴഞ്ചൻ കോൺസെപ്റ്റാ. നമുക്കതൊന്ന് പൊളിച്ചെഴുതണം. തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാ, അവന്മാരാരും അറിയണ്ട. എന്റെ ചിന്ന വീട്ടിലേക്ക് ഞാൻ കരീനെ ഹാർദമായി സ്വാഗതം ചെയ്യുക. വരില്ലേ? ആരോ വരുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാം. കരീനക്കുട്ടി, എന്താ ഇങ്ങനെ മൂടി പൊതച്ച് വന്നിരിക്കുന്നേ? ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ? ഏയ്, ഈ ലോകത്ത് ആര് കണ്ടാലും, ഈ പ്രപഞ്ചം മൊത്തമായിട്ട് എതിർത്താലും എന്റെ ഈ റൊമാൻസിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവൂല. എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല, എന്റെ കരീനക്കുട്ടിയല്ലാതെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ ചുമക്കുന്നേ? ഏയ്, ചെറിയൊരു സിക്കൻസാ. പക്ഷെ അത്ര തിക്കൻസ് ഒന്നുമില്ല. അല്പം കൂടി ഡോസ് കൂടിയ മെഡിസിൻ കഴിച്ചാൽ വേഗം ഡൈലോട്ടായി പോകാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ പനി വരാതെ സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ? അത് ഞാനൊരു റിസർച്ച് നടത്തി നോക്കിയതല്ലേ. റിസർച്ചോ? അതെ, പനിക്കുള്ളൊരു ഗുളിക ഫ്രീ ആയി കിട്ടിയപ്പോൾ പനി വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മഴയത്ത് പോയി നിന്നു. പരീക്ഷണം സക്സസ് ആയി, പനി വന്നു. പക്ഷേ പല ഗുളികകളും മാറി മാറി കഴിച്ചിട്ടും പനി ചുമ മാറണില്ല. കരീനക്കുട്ടി പറയൂ, ഏട്ടൻ ഇനി എന്താ ചെയ്യേണ്ടത്? ശ്രീകൃഷ്ണന്റെ രൂപചൈതന്യമുള്ള ആളാണല്ലോ. അതെ അതെ, ഭഗവാൻ തന്നെ കൊച്ചാണ്ടിയെ കാത്തോളും. താങ്ക് യു. അയ്യോ, ആരോ വരുന്നുണ്ട്. കുട്ടിമൊക്കെ ഞാൻ വരാം. എല്ലാം സെറ്റായി വരായിരുന്നു. ഇവിടെ വിളിക്കാം. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. കരീന എന്റെ പ്രേമാഭ്യർത്ഥന ഒരിക്കലും നിഷേധിക്കില്ല. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. എന്റെയും. ആഹാ, നീയോ ഉണ്ടോ? നീ എന്താ ഇവിടെ? നീ എന്താ? ഞാൻ ഇതിനകത്ത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ വന്നതാ. ഞാൻ ഇവിടെ കാറ്റ് കൊള്ളാൻ വന്ന. ഇതിനകത്ത് കാറ്റോ? അതെ. ശബ്ദമുണ്ടാക്കല്ലേ, ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കുക. അച്ഛൻ വന്നേ. കലാദർശനയുടെ പുതിയൊരു ഐറ്റം ഞാൻ ഇവിടെ കാണിക്കാൻ പോവുക. എന്താ അത്? അച്ഛൻ, ഞാൻ മിമിക്രി മാത്രമല്ല, നല്ലൊരു മജീഷ്യൻ കൂടിയാണ്. ആണോ? എന്നാ അതൊന്ന് കാണിച്ചേ. കാണിക്കാം, പക്ഷെ ഈ ട്രൂപ്പിൽ എനിക്ക് മെയിൻ സ്ഥാനം തരണം. ആദ്യം നീ കാണിക്കേ. ശരി, കാണിക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണി, ജിമ്മി, കൊച്ചാൻഡിയൊക്കെ എവിടെയുണ്ട്? അവരവിടെ ഉണ്ട്. അവിടെയുണ്ട്. ശരി, അവരെ 3 പേരെ ഞാൻ ഇതിനകത്താക്കും. അതാണ് മാജിക്. അതെങ്ങനെയത്? ഉണ്ണി, ജിമ്മി, കൊച്ചാൻഡി.
അച്ഛൻ പോയി തുറന്നു നോക്കിയേ. തുറന്നു നോക്കുന്നേക്കുള്ള എന്നെ ഒന്നാമനാക്കണം. ജിമ്മി ഇനി ഇതിനകത്ത് ഉണ്ണി. ഉണ്ണി ഇനി അത് തുറന്നു നോക്കൂ. കർത്താവേ, ദേ കൊച്ചാണ്ടി. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇനി ഇത് മാത്രമല്ല, അച്ഛന് തന്നെ അച്ഛനെ കാണണോ? കാണണം. ശരി, എന്നാ കണ്ണടച്ചോ. ആ. വാ. ആ, ഇനി കണ്ണ് തുറന്നേ. അതെ തറക്കണ്ട അതാ ഞാൻ പറഞ്ഞത്. അതെ, ആ. എന്റെ തലയിലത്തെ മുടി കൊഴിഞ്ഞു പോണല്ലോ തോന്നുന്നു. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. എസ് ഐ ആണെന്നൊന്നും നോക്കൂല. താനെന്തിനാണോ ഞങ്ങൾ അച്ഛനെ കാണിച്ചു കൊടുത്തത്? അതെ, കൂടുതൽ ഷൈൻ ചെയ്യാൻ നിന്നാ ഇവിടെ നടന്ന യഥാർത്ഥ കാര്യം ഞാൻ അച്ഛനോട് പറയും. ഞാനൊരു തമാശ പറഞ്ഞു. മിമിക്രി പിടിക്കണ്ടേ? തമാശയാണ്